ജനാധിപത്യ മതേതര വിശ്വാസികളെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇന്ത്യൻ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2014 അധികാരത്തിൽ കയറിയ നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേമിലാണ് നമ്മളുള്ളത്. ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്തു വരുന്ന ആളുകൾ യാത്രാനുഭവങ്ങൾ, അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് എന്നാണ്. നമ്മളിവിടെ ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഭരിക്കുന്ന ഹിന്ദുത്വ സർക്കാർ, സംഘപരിവാര സർക്കാർ ഏറ്റവും ഭയപ്പെടുന്നത് മതനിരപേക്ഷതയെയാണ്, ജനാധിപത്യത്തെയാണ്. അതുകൊണ്ട് തന്നെ അവർ ജനാധിപത്യത്തെ കുഴിച്ചുമൂടാനുള്ള ശ്രമം കൂടി നടത്തുകയാണ്. ഫാസിസ്റ്റുകൾ അവർ സത്യത്തെ വല്ലാതെ ഭയപ്പെടുന്നു. അവർ യാഥാർത്ഥ്യങ്ങളെ, വസ്തുതകൾ ഭയപ്പെടുന്നു. അവർ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തെ അവർ ഭയപ്പെടുകയാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തെ, മുഗളന്മാരുടെ, ഇന്ത്യയുടെ ഏറ്റവും പ്രതാപകാലമായിരുന്ന മുഗളന്മാരുടെ ആ രാജവാഴ്ചയുടെ കാലത്തെയൊക്കെ അവർ വല്ലാതെ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കാലം ഇന്ത്യയിൽ അധികാരം വാഴുന്നതിന്, സംഘപരിവാരത്തിന്റെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് അവർക്ക് ഇന്ത്യയുടെ ചരിത്രത്തെ തിരുത്തി എഴുതേണ്ടതുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തെ വായിക്കുകയും പഠിക്കുകയും തെരുവിൽ പറയുകയൊക്കെ ചെയ്യുന്നത് ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ ചരിത്രത്തെ തന്നെ തിരുത്തി എഴുതാനാണ് അവർ ശ്രമിക്കുന്നത്. PM ശ്രീ പദ്ധതി 2025 ഒക്ടോബറിലാണ് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒപ്പിടുന്നത്. തീർത്തും നിരാശാജനകമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറിയും കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയുമാണ് ആ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. നമ്മുടെ കഴിഞ്ഞ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ, അദ്ദേഹം സരസ്വതിയുടെ ഒരു ഫോട്ടോ വെച്ച പരിപാടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ധീരമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു മനുഷ്യനായിരുന്നു കഴിഞ്ഞ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി. പക്ഷെ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികൾ എതിർക്കുന്ന ഒരു പദ്ധതിയിൽ ആ സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി ഒപ്പിടുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇടതുമുന്നണിക്കകത്തും പുറത്തും ജനാധിപത്യ കേരളത്തിലെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നവംബറിൽ തന്നെ, 2025 നവംബറിൽ തന്നെ ആ പദ്ധതി മരവിപ്പിക്കാൻ അവർ തീരുമാനമെടുത്തു. ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകളെ PM ശ്രീ പദ്ധതിയിലേക്ക് കൊടുക്കാൻ നിർദ്ദേശിച്ചതിൽ അവർ ലിസ്റ്റുകൾ തയ്യാറാക്കി കൊടുത്തിട്ടില്ല. ആ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു. മാത്രമല്ല 60%, 40% എന്ന തോതിൽ ഫണ്ട് മുടക്കേണ്ട ഒരു പദ്ധതിയിൽ കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മന്ത്രിസഭാ തീരുമാനമുണ്ടായിട്ടില്ല, ധനവകുപ്പും തീരുമാനമെടുത്തിരുന്നില്ലായിരുന്നു. PM ശ്രീ പദ്ധതി പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതലേ തന്നെ ഒന്നാമത്തെ ദിവസം കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഒന്നാമത്തെ ദിവസം തന്നെ കേരളത്തില് വന്ദേമാതരത്തിന്റെ അവസാന ഈരടികൾ വരെ പാടിയിട്ടാണ് ഒരു മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. UDF മുന്നണി പ്രബലമായ മതന്യൂനപക്ഷങ്ങളുള്ള മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗ് എന്ന സമുദായ രാഷ്ട്രീയ പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്. ഒന്നാമത്തെ ദിവസം തന്നെ ഗവർണർ ആർലേക്കറുടെ നിർദ്ദേശപ്രകാരം വന്ദേമാതരം മുഴുവനെ പാടി സർക്കാർ അധികാരമേൽക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീനും മറ്റുമൊക്കെ നിരന്തരമായി PM ശ്രീ പദ്ധതിയെക്കുറിച്ച് നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ വ്യക്തിപരമായ ഒരു ധാരണ, ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ വിനീത വിധേയരാണ് എന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താനാണ് UDF മുന്നണി PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് എന്നാണ്. 1000-ലധികം കോടി രൂപ കേരളത്തിന് അവകാശപ്പെട്ട പണം തടഞ്ഞു വെച്ചിട്ടുണ്ട്.
വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കേണ്ട പണം SSK ഫണ്ടൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതി വരെ പോരാടിയിട്ടാണ് നേടിയെടുക്കുന്നത്. കേരളവും തമിഴ്നാടും ഒക്കെ ഹിന്ദുത്വ ഫാസിസത്തിന് കീഴടക്കാൻ കഴിയാത്ത, മാനസികമായിട്ടല്ല രാഷ്ട്രീയമായി ജനാധിപത്യ പോരാട്ടത്തിലൂടെ അവസാനിച്ചു പോയത്. അവർ ചരിത്രത്തെ വല്ലാതെ ഭയപ്പെടുന്നവരാണ്. അവര് അബുൽ കലാം ആസാദിനെ കുറിച്ച് ചരിത്രത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതില്ല എന്നാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. അബുൽ കലാം ആസാദിനെ കുറിച്ച് പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോ പാഠപുസ്തകങ്ങളിൽ നിന്ന് അബുൽ കലാം ആസാദിനെ വെട്ടിമാറ്റിയാൽ, ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പൂർണ്ണമായും വെട്ടിമാറ്റിയാൽ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കില്ല. സംഘപരിവാരം ഈ രാജ്യത്ത് ഹിന്ദുത്വവാദികള് അവര് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന, അവര് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് കുട്ടികൾ നിലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയാൽ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദാണ് എന്ന് കുട്ടികൾ പഠിക്കും. അത് BJPയുടെ ലക്ഷ്യത്തിനെതിരാണ്. അത് BJPക്ക് അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് വരിക. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരം വാണിരുന്ന 55 കൊല്ലക്കാലം അധികാരത്തിലിരുന്ന ഒരു രാജ്യമാണ്. ഗുലാം നബി ആസാദ് എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു അവർക്ക്. ആ ഗുലാം നബി ആസാദ് ഒരിക്കൽ പറയുകയുണ്ടായി, ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുമ്പോൾ അവരെന്നെ കൂട്ടാറില്ലായിരുന്നു, എന്നെ മാറ്റി നിർത്തുമായിരുന്നു. കാരണം ഈ ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടുമോ എന്ന ഭയം കോൺഗ്രസ് ലീഡർഷിപ്പിനെ പിടിമുറുക്കിയത് കൊണ്ടാണ് എന്നെ മാറ്റി നിർത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ടു. ഗുലാം നബി ആസാദിനെ മാറ്റി നിർത്തിയ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്ത് 2 തവണ ഇരുന്ന മനുഷ്യനാണ് മൗലാന അബുൽ കലാം ആസാദ്. ഇത് ചരിത്രമാണ്. ഈ ചരിത്രം കുട്ടികൾ പഠിക്കരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നിരന്തരമായി മോശം വാക്കുകൾ മാത്രം പറയുന്ന ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചും നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ കുറിച്ചും ഒക്കെ ഇനി ഭാവിയിൽ പഠിക്കുന്നത് അവർ തടയാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണും. കാരണം അത് അവരുടെ ലക്ഷ്യങ്ങൾക്കെതിരാണ്. ഇന്ത്യയുടെ പാർലമെന്റില് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോന് അഭിമുഖമായിട്ട് തന്നെ സവർക്കറുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. സവർക്കറെ കുറിച്ച് വാദോരാതെ പറയുമ്പോ, സവർക്കറെ കുറിച്ച് പുതിയ ചരിത്രം നിർമ്മിക്കുമ്പോ, അദ്ദേഹത്തെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ട് അവതരിപ്പിക്കുമ്പോ കുട്ടികൾ സ്കൂളിൽ ഇപ്പൊ പഠിക്കുന്നത് സവർക്കർ ഗാന്ധി വധത്തിൽ വിചാരണ നേരിട്ട ഒരാളായിരുന്നു എന്നാണ്. സവർക്കർ അന്തമാൻ ജയിലുകളിൽ നിന്ന് നിരന്തരം, ഗാന്ധി ഓട്ടോ ഇടിച്ച് മരിച്ചതല്ല, ഗാന്ധിയെ ഹിന്ദുത്വവാദികൾ വെടിവെച്ചു കൊന്നതാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്, വംശഹത്യയെക്കുറിച്ച് ഇപ്പൊ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊന്നും പഠിപ്പിക്കാതെ സംഘപരിവാരത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ചരിത്രങ്ങളെയാണ് ഇനി, നുണകളെ, കെട്ടുകഥകളെയാണ് പഠിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു കാര്യം, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. കഴിഞ്ഞ ഏതാണ്ട് 7-8 പതിറ്റാണ്ട് കാലമായിട്ട് ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട്. അടിയന്തരാവസ്ഥ ഒരു 17-18 മാസക്കാലത്തെ കറുത്ത അടിയന്തരാവസ്ഥയെ മാറ്റി നിർത്തിയാൽ ജനാധിപത്യം നിലനിൽക്കൊണ്ട്, ആ ജനാധിപത്യം ആസ്വദിച്ച ഒരു ജനത, ആ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത ഒരു ജനത, ആ ജനതയിൽ പകുതിയിലധികവും ഇപ്പോഴും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, ഈ സംഘപരിവാര താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ കൊള്ള നടത്തിയത് മുഗളന്മാരാണ്. ഇന്നലെ വന്ന ഒരു വാർത്തയാണിത്. യഥാർത്ഥത്തിൽ വലിയ കൊള്ള നടത്തിയത് മുഗളന്മാരാണ്. ഇതാണ് പുതിയ ചരിത്രത്തിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹം ഇവിടുന്ന് കട്ടുകൊണ്ടുപോയത്, മോഷണം നടത്തിയത്, കൊള്ളയടിച്ചത് ബ്രിട്ടീഷുകാരാണെന്നല്ല പറഞ്ഞത്. ഇവിടെ ഭരിച്ച്, ഇവിടെ മരിച്ച്, ഇവിടെ ചരിത്ര നിർമ്മിതികൾ ഉണ്ടാക്കി, ഇവിടെ മണ്ണടിഞ്ഞു പോയ മനുഷ്യരെയാണ് ഏറ്റവും വലിയ കൊള്ളക്കാരായിട്ട് പറയുന്നത്.
ശിലാന്യാസം മുതൽ പ്രാണപ്രതിഷ്ഠ വരെ നടത്തിയത് നരേന്ദ്രമോദിയാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ ട്രസ്റ്റിലെ പണമാണ്, വിശ്വാസികളെ പണമാണ് വഖഫ് ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട, സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നിർമ്മിക്കപ്പെട്ട ആ ക്ഷേത്രത്തിലെ വിശ്വാസികളുടെ പണമാണ് സംഘപരിവാരം കൊള്ളയടിച്ചു കൊണ്ടുപോയത്. ോ വടിച്ചോ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോ ജീവിക്കാം, പക്ഷേ പൂർവികരുടെ മൂല്യങ്ങൾ നിലനിർത്തണം. ബാബ രാംദേവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ പൂർവികരുടെ മൂല്യങ്ങൾ തിരഞ്ഞു പോയാൽ നമ്മൾ എന്താണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക? അങ്ങനെ സംഘപരിവാരത്തിന് മൂല്യങ്ങളെന്ന് പറയാൻ, ഈ ഹിന്ദുത്വവാദികൾക്ക് ഭൂതകാലത്ത് മൂല്യങ്ങളെന്ന് പറയാൻ ഒന്നില്ല. ആ മൂല്യങ്ങൾ തിരഞ്ഞു പോയാല് നമ്മള് മുലക്കരം വാങ്ങിയതും മനുഷ്യനെ 60 വാരെ അകലെ നിർത്തിയതും സതിയും തുടങ്ങി ജാതീയ ഉച്ചനീചത്വങ്ങളൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുക. അതിനെയും മാറ്റിമറിച്ചുകൊണ്ട് കെട്ടുകഥകളെ ചരിത്രമാക്കി മാറ്റാനാണ് സംഘപരിവാരം ഈ 2020 നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ നമ്മുടെ രാജ്യത്ത് ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ ഈ ഒരു സെമിനാറിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ, ഈ രാജ്യത്തിന്റെ എല്ലാ വേദികളിലും നമ്മൾ ഉറക്കെ ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്, ഇത് മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമാണ്, ഈ രാഷ്ട്രത്തിന് മതമില്ല, ഈ രാഷ്ട്രത്തിന് മതമില്ലെന്ന് ഉറക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. അങ്ങനെ ഉറക്കെ പറയുന്ന ആൾക്കൂട്ടങ്ങളെ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ സംഘപരിവാരം എന്ന ഇന്ത്യയെ പിടിമുറുക്കിയ ഈ വിഷബീജങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയൂ. അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തിയ യങ് ഡെമോക്രാറ്റ്സിന്റെ ധീരരായ നേതാക്കൾക്ക് അതിന് സാധ്യമാവട്ടെ, കൂടുതൽ യുവാക്കളെ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.